അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു കാലാവസ്ഥയിൽ വീട്ടിന് പുറത്തുള്ള ചൂടും വീട്ടിനകത്തുള്ള ചൂടുമൊക്കെ ഒരുപോലെ തന്നെയാണ്. രണ്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ നാട്ടിൽ മിനിമം ഒരു 7-8 പ്രാവശ്യമെങ്കിലും കറണ്ട് പോകും. നല്ലപോലെ ഇടിവെട്ടി മഴ പെയ്യുന്ന ഒരു സമയത്ത് ഇതുപോലെ പല പല പ്രാവശ്യമായിട്ട് കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കാരണങ്ങളൊക്കെ ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. വല്ല മരം ഒടിഞ്ഞു വീണിട്ടോ, ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റ് ആയിട്ടോ, അല്ലെങ്കിൽ ലൈൻ കംപ്ലൈൻ്റ് ആയിട്ടോ, ഇങ്ങനെ പല കാരണങ്ങളും നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. മാത്രമല്ല ആ സമയത്തൊന്നും അധികം ചൂട് നമ്മൾ അനുഭവിക്കുന്നുമില്ല. എന്നാൽ ഈ വേനൽ സമയത്ത് ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് കറണ്ട് പോകുമ്പോൾ ചൂട് നമുക്കങ്ങോട്ട് സഹിക്കാനേ പറ്റില്ല. ഇങ്ങനെ ആട്ടിത്തോ. ഇപ്പോൾ എനിക്ക് ചെടി വളർത്താനുള്ള താല്പര്യമൊന്നും അങ്ങനെയില്ല. പക്ഷേ ഈ ആമ്പലിൻ്റെ തൈ കണ്ടപ്പോൾ അതൊന്ന് വളർത്തണമെന്ന് തോന്നി. ഞാനൊരു വലിയ ബക്കറ്റിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിൽ ഈ ഒരു ആമ്പലിൻ്റെ തൈ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ലപോലെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. വേരൊക്കെ നല്ലപോലെ വളർന്നു. അതുപോലെ തന്നെ ഇലകളൊക്കെ നല്ല വലുതായി തുടങ്ങി. അങ്ങനെ ചെറുതായിട്ട് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചൂട് ഇതുപോലെയൊക്കെ സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മളൊന്ന് വിശാലമായിട്ട് മുങ്ങിക്കുളിക്കാനൊക്കെ പോവും. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. പക്ഷേ ഇവിടെ സാധാരണ ഉള്ളതിനേക്കാളും വെള്ളം നല്ല പോലെ കുറവാണ്. വെള്ളം കുറവായതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഒഴുക്കില്ല. ഒഴുകാത്ത വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോഴത്തേക്കും അതിൽ നല്ലപോലെ പായലും അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ വെള്ളത്തിലിറങ്ങി നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ വരാൻ നല്ല പോലെ ചാൻസ് ഉണ്ട്. എന്തായാലും റിസ്ക് എടുക്കാൻ നിൽക്കാതെ നമ്മളവിടെ വെള്ളത്തിലിറങ്ങാൻ നിന്നില്ല. നമ്മൾ ഫുഡ് പാഴ്സൽ ചെയ്താണ് കൊണ്ടുവന്നത്. തൽക്കാലം അത് കഴിച്ചിട്ട് മടങ്ങാമെന്ന് വിചാരിച്ചു. മിനി സോയ കൊള്ളാമോ? ചെറിയ സോയ വലിയ സോയ എത്ര വരില്ല. ഇങ്ങോട്ട് ഇടിയപ്പം വാങ്ങിച്ചോണ്ടോ? ഇടിയപ്പം സോയ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഒരു വേനൽക്കാലമാകുമ്പോൾ, പ്രത്യേകിച്ച് ചൂടങ്ങോട്ട് നല്ലപോലെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാവുമ്പോൾ നമ്മൾ വീടിനടുത്തുള്ള ഏതെങ്കിലും പുഴയിലോ ആറിലോ കായലിലോ ഒക്കെ പോയിട്ട് ഒന്ന് വിശാലമായിട്ട് നീന്തി കുളിക്കാറുണ്ട്. ഇങ്ങനെ വിശാലമായിട്ടൊന്ന് മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടും. ഇതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കൂടിപ്പോയ ഒരു 2-3 ദിവസം നമ്മുടെ ശരീരത്തിൽ ഈ ഒരു തണുപ്പ് ഇങ്ങനെ കാണും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അന്തരീക്ഷത്തിലെ ചൂടൊക്കെ ഇങ്ങനെ കൂടി തുടങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ചൂടും ഭയങ്കരമായിട്ട് അങ്ങ് കൂടി തുടങ്ങും. എന്തായാലും ഇതൊരു തൽക്കാല ആശ്വാസമാണ്. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ ഇവിടെ വെള്ളം കുറവായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള മുങ്ങിക്കുളിയൊന്നും നടന്നില്ല. നാളെ എന്തായാലും സൺഡേ ആണ്. സൺഡേ നമ്മൾ ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും ഇന്ന് നടക്കാത്ത കാര്യം നാളെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ഇന്ന് രാത്രി ഡിന്നർ തയ്യാറാക്കുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നുമില്ല. നൂഡിൽസിൻ്റെ പാക്കറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് തയ്യാറാക്കണം. മാത്രമല്ല നെറ്റ്ഫ്ലിക്സിൽ പുതിയ മൂവീസൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് മൂവീസ് വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ താല്പര്യമുള്ള നല്ല മൂവീസൊക്കെ വന്നിട്ടുണ്ട്. അതെന്തായാലും കാണണം. അതിനോടൊപ്പം നമുക്ക് നൂഡിൽസൊക്കെ കഴിക്കണം. അങ്ങനെ ഇന്ന് രാത്രി നല്ല മൂവീസൊക്കെ കണ്ട് വിശാലമായിട്ട് കഴിച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത്. നാളെ എന്തായാലും നമുക്ക് ഒന്ന് നല്ല രീതിയിൽ മുങ്ങിക്കുളിക്കാനായിട്ട് പോകണം. ഇന്ന് സൺഡേ ആണ്. രാവിലെ തന്നെ വീട്ടിൽ ചെയ്ത് തീർക്കാനുള്ള അത്യാവശ്യം ചെറിയ ചെറിയ ജോലികളൊക്കെ ഒന്ന് ചെയ്ത് തീർത്തിട്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പൈനാപ്പിൾ ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, പിന്നെ ലെമൺ ഉണ്ട്, ഓറഞ്ച് തീർന്നു. ഇന്നലെ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് പോയത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാത്തത് കൊണ്ട് അതിങ്ങനെ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഉറക്കത്തിലൊക്കെ ഞാനിത് ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ കണ്ണു തുറന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വന്നൊരു കാര്യമേ ഇന്നത്തെ യാത്രയാണ്. ചമ്മന്തി കൊള്ളാമോ? നല്ല ചമ്മന്തിയോ? പുള്ളിക്കറിയാ? നമ്മൾ ഇന്നലെ പോയ ആ ഒരു വാട്ടർഫോൾസിൽ നമ്മൾ ഇതിനു മുന്നും ഒരു 2-3 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്.
ആ ഒരു സമയത്തൊക്കെ അവിടെ ഭയങ്കര വെള്ളമാണ്. അപകടം വളരെ കുറഞ്ഞൊരു സ്ഥലമാണ്. നമ്മൾ ശ്രദ്ധിച്ചൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ എപ്പോഴും ചെന്നാലും നല്ല പോലെ വെള്ളമാണ്, നല്ല ഒഴുകുന്ന വെള്ളമാണ്. ഇങ്ങനെ ഒഴുകുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. ആ വെള്ളം നമുക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് വിശാലമായിട്ടൊന്ന് കുളിക്കാൻ തോന്നും. ഒരുപാട് നേരം വെള്ളത്തിൽ നിന്ന് കുളിക്കാൻ തോന്നും. അങ്ങനെ ഇതിന് മുന്നേ വന്നൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യവും വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെ വന്നത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ വെള്ളം നല്ല പോലെ കുറഞ്ഞു പോയിട്ടുണ്ട്. വേനൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അതിനിടയ്ക്ക് തന്നെ നല്ല രീതിയിൽ ഇവിടെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇന്നെന്തായാലും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. അവിടെയും വെള്ളം ഉണ്ടായിരിക്കണേ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയൊക്കെയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയത്. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു 1.5 മണിക്കൂറോളം ട്രാവൽ ചെയ്തു. അങ്ങനെ ഞങ്ങളിപ്പോൾ നെട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലം തന്നെയാണ്. നല്ല ഡാം ഫിഷൊക്കെ കിട്ടും, നല്ല ഊണ് കിട്ടുന്നൊരു സ്ഥലമാണ്. ഈ ലൊക്കേഷനിൽ നിന്ന് ഇനിയും മുന്നോട്ടൊരു 24 കിലോമീറ്റർ ട്രാവൽ ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സ്ഥലങ്ങളിലൊന്നും നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഹോട്ടൽ വളരെ കുറവാണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാമെന്ന് കരുതി. ദൈവത്തിൻ്റെ അവിടെ എന്ത് സമാധാനമല്ലേ. വെക്കല്ലേ വെക്കല്ലേ എന്താണ് ചേച്ചി? ആ തോരൻ. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ നല്ല വിശാലമായിട്ട് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെട്ടയിൽ നിന്ന് വീണ്ടും ഒരു 20-24 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യണം. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ ഒരു റബ്ബർ എസ്റ്റേറ്റിലേക്ക് കയറും. ഈ എസ്റ്റേറ്റിൽ നിന്ന് വീണ്ടും ഒരു 11-12 കിലോമീറ്റർ നമ്മൾ മുന്നിലോട്ട് പോകണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനിൽ നമ്മൾ എത്തുകയുള്ളൂ. ഈ എസ്റ്റേറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്, റേഞ്ച് കുറവാണ്. എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ അത് ഇതിന് മുന്നേ തന്നെ വാങ്ങി നമ്മൾ കരുതിയിരിക്കുന്നതാണ് നല്ലത്. പോലീസുകാരും പറഞ്ഞ് അവിടെ തന്നെ വീട്ടിൽ താക്കോലുണ്ട്, ആ താക്കോല് വാങ്ങിച്ചുകൊണ്ട് കൂടെ നിങ്ങൾ ചെക്ക് പോസ്റ്റ് തുറന്നിട്ട് അകത്തോട്ട് കയറി പോയി കഴിഞ്ഞാൽ കുറെ മൃഗങ്ങൾ കാണും. പിന്നെ ഇപ്പൊ വെള്ളവും കുറവാണ്, കരടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ വെള്ളവും കുറവാണ്, നിങ്ങൾക്ക് ഒരുപാട് ദൂരം ഒന്നും അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല, റിസ്ക് ആണെന്ന് പറഞ്ഞു. അതിനെക്കാട്ടി നിങ്ങൾ ചിറ്റാർ ഡാം 2 പോയി നോക്കാൻ പറഞ്ഞു. മാപ്പിട്ട് പോയി നിങ്ങൾ നെട്ട പോലെ ഇരിക്കും, അതുവഴി നിങ്ങൾക്ക് നെട്ട കയറാം, തൃപ്പരപ്പ് കയറാം, പേച്ചിപ്പാറ കയറാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ തൃപ്പരപ്പ് പോയി നോക്കാന്ന് വെച്ചിട്ട് നമ്മൾ തൃപ്പരപ്പ് വെള്ളം ഉണ്ടെങ്കിൽ തൃപ്പരപ്പ് പോയി. അവിടെ പോയപ്പോഴത്തേക്കും തൃപ്പരപ്പ് കണ്ടിട്ടൊരു സുഖമല്ല, വെള്ളം ഇല്ലാത്ത പോലെ തോന്നി. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും മാപ്പിട്ട് ചിറ്റാർ ഡാം 2 വന്നെടുത്ത്. അങ്ങനെയല്ലേ മുത്തേ? ഞാൻ മറന്നുപോയി. അങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഇത് കണ്ടുപിടിച്ചത്. മാപ്പിട്ട് പോയി. ആ പോലീസുകാരനാണ് ശരിക്കും നമുക്ക് ഇത് പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ അല്ല, പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ചിറ്റാർ ഡാമിന്റെ അതിലെ കൂടെ പോയി കഴിഞ്ഞാൽ ഡാമിന്റെ സൈഡും മലയൊക്കെ കണ്ട് നിങ്ങൾക്ക് പോകാൻ, അങ്ങനെ നെട്ട വഴി നിങ്ങൾക്ക് തിരിച്ചു പോകാൻ. അങ്ങനെ നമ്മൾ ചുമ്മാ മാപ്പിട്ട് വന്നപ്പോൾ ഒരാഴ്ച മുന്നെയാണ് നമ്മൾ ഈ സ്ഥലത്ത് വന്നത്. അന്ന് വന്നപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളിപ്പോൾ കേട്ടത്. ഇതിപ്പോൾ നമ്മൾ റബ്ബർ എസ്റ്റേറ്റിനകത്ത് കയറിയിട്ടുണ്ട്. ഈ എസ്റ്റേറ്റിനകത്ത് കയറുമ്പോഴുണ്ടല്ലോ ഭയങ്കര തണുപ്പാണ്. ഇതിപ്പോൾ വേനൽക്കാലം ആണെന്നേ നമുക്ക് തോന്നത്തില്ല, അത്രയ്ക്ക് തണലും തണുപ്പും ഉള്ള ഒരു അന്തരീക്ഷമാണ് ഈ ഒരു റബ്ബർ എസ്റ്റേറ്റ്. ഇത്രയും നേരം നമ്മൾ NH-ലൂടെ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ നമ്മൾ അനുഭവിച്ച ആ ഒരു ചൂടിൻ്റെ ഒരു വ്യത്യാസം ഈ റബ്ബർ എസ്റ്റേറ്റിനകത്ത് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എനിക്ക് ഒരൊറ്റ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോയിട്ട് അവസാനം വെള്ളമില്ലാതെ തിരിച്ചു വരേണ്ടി വരുമോ എന്നുള്ളത്. അതായത് ഇന്നലത്തെ അവസ്ഥ വീണ്ടും ഇന്ന് അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷനും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഒരാഴ്ച മുന്നേ വന്നിട്ടുണ്ട്. ആ സമയത്ത് നല്ല പോലെ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്നലെ മാർത്താണ്ഡത്ത് വാട്ടർഫോൾസിൽ പോയത്. പക്ഷേ നമ്മുടെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് മാർത്താണ്ഡത്ത് നല്ല പോലെ വെള്ളം കുറവായിരുന്നു. ആ ഒരു അവസ്ഥ ഇവിടെയും ഉണ്ടാകുമോ എന്നുള്ളൊരു ചെറിയ ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ ദൂരേന്ന് തന്നെ വെള്ളം കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും നല്ലൊരു ആശ്വാസമായി. നമ്മളിതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് ഇവിടെ എന്തുമാത്രം വെള്ളം ഉണ്ടായിരുന്നോ അതിൻ്റെ പകുതിയായിട്ടുണ്ട് വെള്ളം. അത്രയ്ക്കും ചൂടാണ്, അത്രയ്ക്ക് വെള്ളം വറ്റിപ്പോയിട്ടുണ്ട്. ഒരാഴ്ച മുന്നെയാണ് നമ്മൾ ഈ സ്ഥലത്ത് വരുന്നത്. ഈ കാണുന്ന പച്ചപ്പിലൊക്കെ നല്ല പോലെ വെള്ളം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇതിലെ വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. അതുപോലെ ദൂരെയായിട്ട് കാണുന്ന ഈ ഒരു പാറയില്ലേ, ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് ഈ റബ്ബർ പ്ലാന്റേഷൻസ് വരുന്നത്. ഈ റബ്ബർ പ്ലാന്റേഷൻസിൻ്റെ ഇടയിലൂടെയാണ് ഹെയർ പിൻ ഇറങ്ങി നമ്മൾ ഈ ഒരു താഴ്ഭാഗത്തേക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിറ്റിയിൽ നിന്നൊക്കെ ഒരു 10-20 കിലോമീറ്റർ ഉള്ളിലോട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി സാധനങ്ങളൊക്കെ വാങ്ങാൻ തൊട്ടടുത്തായിട്ട് ഷോപ്പൊന്നുമില്ല. അത്രയ്ക്ക് സൗകര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. നല്ല അടിപൊളി ഒരു ലൊക്കേഷനാണ്. ആരുമില്ല. ഇന്നിപ്പോൾ ഇതാ മഴ വരുന്ന ഒരു ക്ലൈമറ്റും കൂടെയാണ്, മഴ പെയ്യാൻ പോകുന്നൊരു ക്ലൈമറ്റും കൂടെ. ആരുമില്ല. നമുക്ക് നല്ലപോലെ റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അന്ന് കുറേ നേരം നീന്താം. കണ്ടോ, ഒരു വിശാലമായ സ്ഥലം, ആരുമില്ല. ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടും വെയിലില്ല, മഴ പെയ്യാൻ പോകുന്നൊരു കാർമേഘമൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു അന്തരീക്ഷം. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അധികം വെയിലൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതായത് കാർമേഘമൊക്കെ ചെറുതായിട്ട് മൂടിക്കിടക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിലും അന്തരീക്ഷമൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴും അതേ ക്ലൈമറ്റ് തന്നെ ആയിരുന്നു. അധികം വെയിലൊന്നും ഇല്ലാതെ ചെറുതായിട്ട് കാർമേഘമൊക്കെ ഒന്ന് മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ നമ്മൾ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ അങ്ങ് കൂടി തുടങ്ങി. അതായത് കാർമേഘമൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഇരുട്ടി തുടങ്ങി, നല്ലപോലെ കാറ്റ് വീശാൻ തുടങ്ങി. എന്തായാലും ഉടനെ ഒരു നല്ല മഴ വരാൻ പോവുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ ഇന്നത്തെ യാത്രയും കുളമാവോ എന്നുള്ളൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. എന്തായാലും വെപ്രാളം കാണിക്കാതെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ക്ലൈമറ്റൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വെള്ളത്തിലിറങ്ങാമെന്ന് തീരുമാനിച്ചു. ചെറിയ രീതിയിൽ ഇടിയും മിന്നലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴയും കൂടെ തുടങ്ങി. നമ്മളെന്തായാലും ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ കാറ്റ് വീശാൻ തുടങ്ങി. വെള്ളത്തിലൊക്കെ നല്ല പോലെ അല വന്നു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെയ്തുകൊണ്ടിരുന്ന മഴയൊക്കെ നല്ല രീതിയിൽ അങ്ങ് മാറി. അപ്പോഴത്തേക്കും ഞങ്ങൾ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി. ചെറുതായിട്ട് അപ്പോഴപ്പോഴും മഴച്ചാറ്റിലുണ്ടായിരുന്നെങ്കിലും അത്രയ്ക്ക് പേടിക്കേണ്ട രീതിയിലുള്ള മഴയും കാറ്റൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ ഇന്നലെ ഉദ്ദേശിച്ച കാര്യം ഇന്നിവിടെ സാധ്യമാക്കാൻ പറ്റി. നല്ല രീതിയിലൊന്ന് വിശാലമായിട്ട് മുങ്ങിക്കുളിക്കാനായിട്ട് സാധിച്ചു.
മാത്രമല്ല നമ്മളിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല പ്രൈവസി കിട്ടുന്ന ഒരു സ്ഥലവും കൂടെയാണ്. ഈ ഒരു റിസർവെയറിന് ചുറ്റും ആൾക്കാർ താമസിക്കുന്നതൊക്കെ വളരെ കുറവാണ്, വീടുകളൊക്കെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ സൗകര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ജനവാസങ്ങളൊക്കെ വളരെ കുറവാണ്. ഇനി ഇതിന് ചുറ്റും താമസിക്കുന്ന ആളുകളൊക്കെ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഈ സമയങ്ങളിലാണ് ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഈ നദിയിലേക്ക് വരുന്നത്. കുളിക്കാനും തുണി കഴുകാനൊക്കെ ആയിട്ട് ആ ഒരു സമയത്താണ് ഇവിടെ ജനങ്ങളൊക്കെ വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതുവരേക്കും ഇവിടെ ഭയങ്കര പ്രൈവസിയാണ്. അങ്ങനെ പുറത്തു നിന്നൊക്കെ ആൾക്കാർ കാണാൻ വരുന്നതും എൻജോയ് ചെയ്യാൻ വരുന്നതൊക്കെ വളരെ കുറവാണ്. വെയിലൊന്നും ഇല്ലാത്തൊരു ദിവസം ഫാമിലി ആയിട്ടൊക്കെ വന്ന് നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് നല്ല വിശാലമായിട്ടൊന്ന് നീന്തി കുളിച്ച് ഒരു ദിവസം മുഴുവനും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ആരുടെയും ശല്യമില്ലാതെ നല്ല പ്രൈവസിയോടുകൂടി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അങ്ങനെ ഇന്നലെ സാധിക്കാത്ത കാര്യം ഞങ്ങൾ ഇന്ന് സാധിച്ചെടുത്തു.